ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇപ്പോൾ നമ്മളുള്ളത് നമ്മുടെ സൈറ്റിലാണ്. പണി പൂർത്തിയായ ഒരു സൈറ്റാണ്. അപ്പോൾ അവർ നമ്മുടെ വീഡിയോ എടുത്തിട്ടില്ല എന്ന് പറഞ്ഞൊരു കമൻ്റ് ഇട്ടു. അതുകൊണ്ട് ഞാൻ ആ വീടിൻ്റെ വീഡിയോ ചെയ്യാൻ വേണ്ടി വന്നതാണ്. നമ്മൾ പണി പൂർത്തിയായി കുടിയിലും കൂടിയ ഒരു വീടാണ്. അപ്പോൾ നമുക്ക് അത് കണ്ടു നോക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫ്രണ്ട് വ്യൂ. അതായത് ഫ്ലോർ ഇട്ടേക്കുന്നത് ചെറിയ ടൈപ്പ് കരിങ്കല്ലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഇൻ്റർലോക്ക് അടിപൊളിയായിട്ട് വെച്ചിട്ടുണ്ട്. നല്ല പൂച്ചെടികളും ഭംഗിയായിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ചെയ്ത ഒരു ചെറിയ വർക്കാണ്. ഇത് ടൈലാണ്. അതുപോലെ ഫില്ലറും കൊടുത്തിരിക്കുന്നതും അതേ ടൈലാണ് ഫില്ലറും കൊടുത്തിരിക്കുന്നത്. അപ്പം മൂന്ന് ഫില്ലറാണ് ഉള്ളത്. അപ്പോൾ 3 ഫില്ലറും അതുപോലെ ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഫ്രണ്ട് സ്റ്റെപ്പ് ഇട്ടേക്കുന്നത് ഗ്രാനൈറ്റാണ്. സൈഡ് ഗ്രേസർ കൊടുത്തിരിക്കുന്നത് ടൈലാണ്. സൈഡ് വെച്ചിരിക്കുന്നതെല്ലാം ഗ്രാനൈറ്റാണ്. സ്കേർട്ടിങ് ആയാലും ഇതെല്ലാം നമ്മൾ ഗ്രാനൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഫ്ലോറെല്ലാം ടൈലാണ്. നമ്മൾ ടൈല് ഇട്ടേക്കുന്നത് 5.25 2.5 ടൈലാണ് ഇട്ടിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ കയറിയിരിക്കുന്നത് സെൻട്രലിലാണ്. നല്ല അതിവിശാലമായ സെൻട്രലാണ്. നല്ല വുഡ് വർക്കിലും അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ സോഫ നല്ല അടിപൊളി കളറാണ് സോഫ. നല്ല മാച്ചിങ്ങിലാണ് അവരെല്ലാം ചെയ്ത് സെറ്റ് ചെയ്തത്. TLC ഫാനാണ് അവർ ഫിറ്റാക്കുന്നത്. സീലിംഗ് കൊടുത്ത് നോക്കി പല മോഡൽ കളറായിട്ടുള്ള ലൈറ്റുകൾ. അത് നല്ല ഒരു അടിപൊളിയായി തോന്നുന്നുണ്ട്. അതുപോലെ തന്നെ TV ക്യാബിൻ ഫുൾ വുഡിലാണ് ചെയ്തിരിക്കുന്നത്. നല്ല അതിമനോഹരമായി സെറ്റ് ചെയ്തിട്ടുണ്ട് നമ്മുടെ ആശാരിപ്പണിക്കാർ. സൈഡും ചെയ്തിട്ടുണ്ട്. ഇത്ര മനോഹരമായാണ് ചെയ്തിരിക്കുന്നത്. പാമ്പ് ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇതാ നല്ല വർക്കായിരുന്നു കേട്ടോ. അവരെ കബോർഡായാലും കിച്ചൺ കബോർഡായാലും ലൈറ്റ് വർക്കും എല്ലാം ആയിട്ട് അടിപൊളിയാണ്. നല്ല അടിപൊളി മേശയാണ്. വാഷിംഗ് ബേസിൻ ഫിറ്റാക്കിയുണ്ടോ? നല്ല അടിപൊളി മിററിലും കറക്റ്റ് അടിപൊളി മിററിലൊക്കെയാണ് സെറ്റാക്കിയത്.
ഇത് അടിപൊളി ഓപ്പൺ കിച്ചൺ. കബോർഡെല്ലാം അടിപൊളി കബോർഡാണ്. നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് പച്ച ടൈലാണ്. പച്ച ടൈലാകുമ്പോൾ കണ്ണിന് നല്ല കുളിർമയേകുന്ന നല്ല അടിപൊളി ടൈല്. കബോർഡ് പച്ച വൈറ്റ്. കബോർഡ് അടിപൊളി കളറായി, നല്ല മാച്ചിങ് കളറായി. നമ്മൾ സെൻട്രൽ ചെയ്ത കബോർഡാണ് ഈ കാണുന്നത്. അതായത് 4 ബെഡ്റൂമാണ് ഇവിടെ. ഒരു ബെഡ്റൂം, അതിൻ്റെ അകത്ത് ആളുണ്ടാവുകൊണ്ട് കാണിക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു ബെഡ്റൂം ഇതാണ്. മൊത്തത്തിലൊരു ഗ്രീൻ ടച്ചാണ് ബാത്റൂം ചെയ്തിരിക്കുന്നത്. ബേസിൻ, അതുപോലെ നല്ലൊരു മിറർ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഷവർ. അപ്പം 2 റൂമിൽ അവിടെ ആളില്ലോണ്ട് നമുക്ക് 3ാമത്തെ റൂമിൽ കയറാം. അപ്പോൾ ഇതാണ് ബെഡ്റൂം. അപ്പം നമ്മൾ കാണുന്നത് അടിപൊളി നമ്മളെ കബോർഡ് കൊടുത്തിരിക്കുന്നുണ്ട്. അതേപോലെ തന്നെ താഴെ ഒരു കബോർഡുണ്ട്. കബോർഡ് ടോപ്പ് ചെയ്തത് നമ്മൾ ടൈലാണ്. അപ്പുറം അത് പച്ച ടൈല് ബാത്റൂം ഇട്ടേക്കുന്നത്. അപ്പോൾ ഇത് 45 ആണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. മൊത്തം അടിപൊളിയാക്കി 45 ചെയ്ത് ഒരു നല്ല കബോർഡ് ഫിറ്റാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കട്ടിൽ നേരെയായിട്ട് അടിപൊളി 2 ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സീലിംഗ് നോക്കാൻ വെച്ചാൽ ബാം ലൈറ്റാണ് കൊടുത്തിരിക്കുന്നത്. 4 ബാം ലൈറ്റ് ഇവിടെയും, അതുപോലെ തന്നെ ഇതാ ഇവിടെയും കൊടുത്തിട്ടുണ്ട് ബാം ലൈറ്റ്. നല്ല പ്രകാശത്തിന് വേണ്ടി ട്യൂബ് ലൈറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വേറെ ബെഡ്റൂമാണ്. അപ്പം അടിപൊളിയായിട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ട്യൂബ്, ബാം ലൈറ്റും ഫാന് എല്ലാം സെറ്റാണ്. നല്ലൊരു ലൈറ്റുകൾ ഫിറ്റൊക്കെ ഉണ്ട് 2 ഭാഗത്തും. ഈ പിള്ളേരെ മുറിയാണ് കാണുന്നത്. ഈ ഷെൽഫാക്കിയത് ഒരു സിമെൻറ്റിൻ്റെ ബോർഡിനെ കൊണ്ടാണ് ആക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് അടുത്ത വർക്ക് ചെയ്തത്. സിമെൻറ്റ് ബോർഡാണ് കംപ്ലീറ്റ് ചെയ്തത്. അതിൻ്റെ സൈഡിലും പ്ലൈവുഡിലും വരുമ്പോൾ അടിപൊളി. ഇപ്പം സിമെൻറ്റിൻ്റെ ബോർഡാന്ന് പറയുമല്ലോ. അപ്പം അത് അടിപൊളിയായിട്ടുണ്ട്. ഒരു അറ്റാച്ച്ഡ് ബാത്റൂമാണ് കൊടുത്തിരിക്കുന്നത് ഈ ബെഡ്റൂമിന്. ഒരു കിടു ടൈലിനാണ്. അതുപോലെ തന്നെ നല്ല അടിപൊളി മിറർ കൊടുത്തിട്ടുണ്ട്. വാഷിംഗ് മെഷീൻ, അതിന് അടിപൊളി മിററും കൊടുത്തിട്ടുണ്ട്.
കാണുന്നത്. നല്ല ഇറക്കമുണ്ട് അല്ലേ. നമ്മൾ വീണ്ടും സെൻട്രലിലേക്ക് എത്തിയിരിക്കുകയാണ്. അപ്പോൾ ഈ സൈഡ് ഞാൻ കാണിച്ചിരുന്നില്ല. അപ്പോൾ നമ്മുടെ മേശൻ്റെ സൈഡിൽ നിന്ന് അല്ല ടി വി സ്റ്റാൻഡ് പുറകാണ് ഈ കാണുന്നത്. 2 ഫ്ലവേഴ്സ് വെക്കാനുള്ള നല്ല കബോർഡാണ് ഫിറ്റാക്കിയത്. നമ്മൾ ഓപ്പൺ കിച്ചൺ പറഞ്ഞില്ലേ, അത് ടൈലാണിത്. ഫുൾ ബോഡി ടൈലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അത് 45 ആണ് നമ്മൾ അടിച്ചത്. തട്ട് കംപ്ലീറ്റ് 45 ആണ്. ഇതാണ് യഥാർത്ഥ കിച്ചൺ, രണ്ടാമത്തെ കിച്ചൺ. അടിപൊളി കബോർഡാണ് ഈ കൊടുത്തിരിക്കുന്നത്. ടോപ്പ് ഗ്രാനൈറ്റാണ് കൊടുത്തത്. അങ്ങോട്ടൊന്നും കാണിക്കുന്നില്ല, അങ്ങോട്ട് കുറേ പാത്രങ്ങളും സാധനങ്ങളുണ്ട്. അതുപോലെ തന്നെ ഒരു ഫ്രിഡ്ജ് കൊടുത്തിരിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സ്റ്റീലിൻ്റെ നല്ല അടിപൊളി അലൂമിനിയത്തിൻ്റെ, സ്റ്റീലല്ല അലൂമിനിയം. അപ്പോൾ നല്ല കിച്ചൺ കബോർഡാണ് ഈ കൊടുത്തിരിക്കുന്നത്, അടിപൊളി കബോർഡ്. അതുപോലെ ചിമ്മിനി, പോളി ചിമ്മിനി അല്ല മേലേക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടെ ജനലുണ്ട്, ചെറിയൊരു ജനൽ. അതിന് സൈഡായിട്ട് കൊടുത്തിരിക്കുന്നത് ഗ്രാനൈറ്റാണ്. അതുപോലെ തന്നെ മൂലക്കായിട്ട് നല്ല ഒരു ഗ്ലാസ്സിനെ കൊണ്ട് ആക്കിയ ചെറിയ തട്ടാണ് ഈ കാണുന്നത്. നമ്മുടെ പഞ്ചസാരയും ഉപ്പും മറ്റു മഞ്ഞൾപ്പൊടിയും എല്ലാം വെക്കാൻ പറ്റിയ നല്ല ഒരു ചെറിയ തട്ട്. അപ്പോൾ നല്ലൊരു ലൈറ്റ് കയറുവാനും അതുകൊണ്ട് നല്ലൊരു വായുവെല്ലാം കയറണ്ടേ. അപ്പോൾ നല്ലൊരു ഗ്രില്ല് കൊടുത്തിരിക്കുന്നതാണ്. കണ്ടോ, നല്ല അടിപൊളി ഗ്രില്ല്. അത് അലുമിനിയത്തെ കംപ്ലീറ്റ് അലുമിനിയം ഫാബ്രിക്കേഷനാണ് കംപ്ലീറ്റ് ചെയ്തത്. കണ്ടല്ലോ, നമ്മളെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള ഒരു സ്പേസ് ആക്കിയിട്ടുണ്ട്, അടിപൊളിയുണ്ടാവും. അതുപോലെ തന്നെ സ്റ്റോറേജ് സ്പേസുള്ള നല്ല കബോർഡാക്കിയിട്ടുണ്ട്. പാത്രങ്ങളും സാധനങ്ങളും എടുത്തു വെക്കാനായിട്ട് നല്ലൊരു കബോർഡാണ് ആക്കിയത്. ഞാൻ പല വീട്ടിലിതാണ് കണ്ടിട്ടുണ്ട്. അപ്പം നിങ്ങളൊരു ഐഡിയയിലും കൊണ്ടുവരാൻ വേണ്ടി അതിപ്പോൾ വീഡിയോ എടുത്ത് കാണിച്ചു തരാം. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് ഇപ്പോഴാണ്. ഈ സെൻട്രലുള്ള ഒരു ലൈറ്റാണ്, അതിമനോഹരമായ ലൈറ്റ്, വാളിൽ ഫിറ്റാക്കിയതാണ്. അതുപോലെ സീലിങ്ങിൽ ഒരു അടിപൊളി ലൈറ്റ് ഫിറ്റാക്കിയുണ്ട്. ഒരു കിട്ടു സാധനം ഉണ്ടാ, ഒരു ഞെരുപ്പ സാധനമാണ് ബാം ലൈറ്റ്. നമ്മൾ പല ക്ലോക്കും കണ്ടിട്ടുണ്ട്. ഈ ക്ലോക്കിന് 2 വശങ്ങളുണ്ട്. കണ്ടോ, ഈ ക്ലോക്കിന് 2 വശങ്ങളാണ്. നല്ല അടിപൊളി ഒരു കാർ പോർച്ചാണ് ഈ കാണുന്നത്. 2 വണ്ടി നല്ല അടിപൊളിയായിട്ട് പാർക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കിംഗ് പ്ലേസാണ് ഈ കാണുന്നത്. അതുപോലെ തന്നെ ചെറിയൊരു ചെടിത്തോട്ടം ഉണ്ടാക്കിയിട്ടുണ്ട്. കടലാസ് പുഷ്പം, പല കളറുകളും ഉള്ള കടലാസ് പുഷ്പത്തിൻ്റെ. അതിനോടൊപ്പം തന്നെ ഇവർ പച്ചക്കറി തോട്ടം കൂടി ആക്കിയിട്ടുണ്ട്. ചീര, വെണ്ട, അടിപൊളി വെണ്ട, അങ്ങനെ
ഉണ്ട്. അതുകൂടാതെ ഈ കഴുകും തോട്ടത്തിൽ നടുക്കാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. കഴുകും തോട്ടത്തിൻ്റെ ഇടക്കാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്.